ഉയരത്തിൻ്റെ സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളച്ചാട്ടമാണ് ജോഗ് വാട്ടർഫോൾസ്. അങ്ങോട്ട് പോകുമ്പോൾ പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ ശരാവതി വാലി വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ ലിംഗനമൽക്കി അണക്കെട്ടിൻ്റെ റിസർവോയറും ഒരു തൂണ് പോലെ താഴേക്ക് പതിക്കുന്ന ജോഗ് വാട്ടർഫോൾസും ഒക്കെ നമുക്ക് മനം മയക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആ കാഴ്ചകളൊക്കെ കാണാം. വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുന്ന കൂട്ടുകാരെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജവാൻജ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജോഗ് വാട്ടർഫാൾസിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്ങോട്ടുള്ള വഴിയിലാണ്. ഖാർവ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഈ ജോഗ് വാട്ടർഫാൾസിലേക്ക് ഞങ്ങളുടെ യാത്ര കാർവാർ മംഗലാപുരം വഴിയിൽ നിന്നും ഹൊന്നവാർ ഭക്തൽ പോകുന്ന വഴി കൂടി ആട്ടോ ഞങ്ങളുടെ ഈ യാത്ര. അതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. മൊത്തം പച്ചപ്പുകൾ നിറഞ്ഞ ഹരിതാഭമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് വെയിലധികമൊന്നുമില്ല. നല്ല റോഡിൽ കാണാൻ പറ്റും. നല്ല തണലാണ്. നല്ല സുന്ദരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അങ്ങോട്ട് പോകുമ്പോഴുള്ള ശരാവതി വാലി വ്യൂ പോയിന്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പശ്ചിമഘട്ട മലനിരകൾ ഇങ്ങനെ നീണ്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ലിംഗനമൽക്കി അണക്കെട്ടിൻ്റെ റിസർവോയറും ഇതൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്ക് ഈ വഴിയിൽ. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എത്ര കണ്ടാലും മതി വരില്ല ഇത് ഇങ്ങോട്ടുള്ള യാത്രയിലൊക്കെ നമ്മുടെ ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ. കുറേ വനത്തിൽ കൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ച് കൃഷിയിടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് ഇവിടെ ആൾതാമസമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ജോഗ് ഫാൾസിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ആ മുകളിലേക്കുള്ള വഴിക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. അതിൻ്റെ മുകളിൽ ചെന്നാൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ഫീസ് ഇല്ല കേട്ടോ നമുക്ക് ഈ വ്യൂ പോയിന്റ് ചെല്ലുന്നതിന്. ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് അതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇതാണ് എൻട്രൻസ്. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഇനി എന്തോ ഇറങ്ങി പോകണമെന്ന് അറിയത്തില്ല. താഴെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ എന്താ റെസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷിൽ അധികമൊന്നും എഴുതിയിട്ടില്ല. കന്നഡയിലാണ് മൊത്തം എഴുതിയേക്കുന്നത് കേട്ടോ. അങ്ങനത്തെ കൃത്യമായി നമുക്ക് അറിയത്തില്ല. പെട്ടെന്ന് ഇവിടെ നിന്നപ്പോൾ ഒരു മരത്തിൽ നിന്ന് എന്താ ചാടുന്നു. പെട്ടെന്ന് പേടിച്ചു വരുന്നു. ഇവിടെ ഒരു കുരങ്ങച്ചൻ ഒരു ഇതുണ്ട്, കപ്പൊക്കെ പിടിച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്താണോ എടുത്തുകൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മളതിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. നല്ല ഭംഗിയാണേ ഫ്രണ്ട്സ്. ഈ കാണുന്ന കേട്ടോ ജോഗ് വാട്ടർഫോൾസ് ഉണ്ടോ. എന്നാ താഴ്ചയിലേക്ക് വെള്ളം പോകുന്നതൊക്കെ മനം മയക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത്ര സുന്ദരമായ കാഴ്ച. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ വെള്ളച്ചാട്ടം കേട്ടോ ഇതിൻ്റെ സ്ഥാനം. പിന്നെ അതുപോലെ തന്നെ അത് പാസ് ചെയ്ത് പോകുന്ന ഒരു പാലമുണ്ട് അവിടെ. ശിവമോഗ ജില്ലയിലെ സാഗര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ശരാവതി നദിയിലെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ ഇത്. കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ കാർഗർ പട്ടണത്തിലാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ്.
മഴയും സീസണെയും ആശ്രയിച്ചാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്കും എല്ലാം. മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ അതിശക്തമായ നീരൊഴുക്ക് നമുക്കിവിടെ കാണാം കേട്ടോ. അത് കാണണം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടം കൂടിയാണ് ഇതിൻ്റെ സ്ഥാനം രണ്ടാമതാണ്. അതുപോലെ വിനോദസഞ്ചാരികളെ വളരെയേറെ ആകർഷിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ്. നിത്യഹരിത വനങ്ങൾക്കിടയിൽ ഏകദേശം 230 മീറ്റർ വീതിയുള്ള പാറക്കെട്ടിലൂടെ ഒഴുകുന്ന ശരാവതി 950 അടി ആഴമുള്ള പച്ചപ്പുകൾ നിറഞ്ഞ ഒരു വലിയ അഗാധതയിൽ എത്തിച്ചേരും. ഇവിടെ നിന്ന് ഇതിന് ഒരു 4 പേരിലാട്ടോ ഇത് അറിയപ്പെടുന്നത്. ഇത് വളരെ വ്യത്യസ്തമായ പേരാട്ടോ ഈ വെള്ളച്ചാട്ടം ഇത് അറിയപ്പെടുന്നത്. രാജ, റാണി, റോറർ, റോക്കറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളുള്ള വെള്ളച്ചാട്ടമായിട്ടാട്ടോ ഇത് ഈ അഗാധതയിലേക്ക് പതിക്കുന്നത്. അതും ഒരു തൂണ് പോലെയാണ് താഴേക്ക് പതിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ വ്യൂ പോയിൻ്റ് ഓപ്പോസിറ്റ് മലയിൽ കണ്ടോ എന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ടൂറിസത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടും പോകണം. പിന്നെ അവിടെ ചെന്ന് കണ്ടിട്ട് വേണം നമുക്ക് വീണ്ടും തിരിച്ചു പോകാൻ. അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് അതിൻ്റെ ആ സൈഡിലുള്ള വ്യൂ പോയിന്റിൽ നിന്നും കുന്നിൻ്റെ അടിയിലേക്ക് പടികൾ നിർമ്മിച്ചിട്ടൊക്കെയുണ്ട്. ഏകദേശം 1400 പടികൾ ഉണ്ടെന്നാണ് അറിവ്. ഇപ്പോൾ ഈ വഴി ആ വഴി ആരെയും കടത്തിവിടാറില്ല കേട്ടോ. ഇത്ര സുന്ദരമായ കാഴ്ചകളല്ലേ. അതുകൊണ്ടാവും ഒരു വര പോലെ ഒരു സ്ഥലം കണ്ടത്. അത് റോഡായിരുന്നു, ഒരു പാലമാണ്. അതായത് ഈ വെള്ളച്ചാട്ടത്തെ ക്രോസ് ചെയ്തുള്ള പാലമാണ്. ആ പാലം ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ മലയ്ക്ക് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ അവിടെയുള്ള ആ വ്യൂ പോയിന്റിലെത്താൻ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ വെള്ളം ചേരാം. അപ്പോൾ മഴക്കാലത്തൊക്കെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ ഈ വെള്ളം താഴെ ചെന്ന് പതിച്ച് മഞ്ഞുകണങ്ങൾ മുകളിലേക്ക് അടിക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 909 അടി ഉയരുമെന്നൊക്കെ പറയാൻ നേരത്തെ എന്താ ചിന്തിക്കാൻ പാടില്ല കേട്ടോ. എന്ത് താഴ്ചയാണെന്നൊന്ന് ഓർത്ത് നോക്കി. അതിൻ്റെ അടിയിലേക്ക് ഒരു കിണറ്റിലേക്ക് ഒന്ന് പതിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇത് ഇവിടുത്തെ റെസ്റ്റ് ഹൗസ് ആണ്. ഇത് നമ്മൾ കണ്ട ആ പാലം കേട്ടോ ഞാൻ പറഞ്ഞ അതില്ലേ ഒരു നൂല് പോലെ നിൽക്കുന്നുണ്ട്. ആ പാലം കേട്ടോ ഇത്. ആ പാലത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ താഴേക്കൊക്കെ ഇവിടെ നോക്കിയാലും പച്ചപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. വേൾഡ് ഫേമസ് ജോഗ് ഫാൾസ് എന്നൊക്കെ ബോർഡൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 300 മീറ്റർ നീട്ടം കാണും കേട്ടോ ഈ പാലത്തിന്. ഈ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. നല്ല വ്യൂ ആണ് ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ പാലത്തിൽ താഴേക്ക് നോക്കാൻ നേരത്ത് ചെറിയ ചെറിയ കുളങ്ങൾ പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നതും പച്ചപ്പുകൾക്കിടയിൽ ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ നല്ല ഒരു ഭംഗിയാണ്. അതുപോലെ പക്ഷികളുടെ ഒച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നമുക്ക് മനം കുളിർക്കുന്ന സൗണ്ടാണ് പക്ഷികളുടെ കലവില സൗണ്ടുകളൊക്കെ. അങ്ങനെ നമ്മൾ
ആദ്യം നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിരിക്കണം. ഇവിടെയാണ് ആ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് ഞാനാ പറഞ്ഞത്. അവിടുന്ന് ഭയങ്കര ഭംഗിയാട്ടോ അവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നാട്ടോ താഴേക്ക് മറ്റേ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങോട്ട് അവിടെ ബ്ലോക്ക് ചെയ്തേക്കോ, ടൂറിസം വകുപ്പ് ബ്ലോക്ക് ചെയ്തേക്കോ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വരുമ്പോൾ ഒരു തൂക്കുപാലം കാണാം കേട്ടോ, പിന്നെ കമ്പിപ്പാലം. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാലമായിട്ട് ഇത് ഇക്കരയും അക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴയ ഒരു പാലമാണ്. അതെ, അതിൻ്റെ അകത്ത് ഹയാക്കിങ് ഉണ്ട് ആ തടാകത്തിൽ. കണ്ടോ, ഇതൊരു നല്ലൊരു സ്ഥലം കണ്ടിട്ട് ഞാൻ നിർത്തിയതാട്ടോ. ഇത് നമ്മുടെ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ പോലെ തോന്നുന്നു. കണ്ടോ, ഇവിടെ വന്നപ്പോൾ തെങ്ങ്, വാഴ, പ്ലാവ് എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ കമുക് എല്ലാം ഉണ്ട് ഈ കൃഷി സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ച് പോരുന്ന വഴിയാണ്, തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ ജോവാൻജോ ട്രാവൽമേറ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ അടുത്ത അടിപൊളി ഒരു വീഡിയോയായി കാണുന്നവരെ ബൈ ബൈ.